ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ അമ്മുക്കുട്ടി ആയിരിക്കട്ടെ എന്ന വീഡിയോയിൽ പറയുന്നത്. അമ്മുക്കുട്ടി പറയും. ഹായ് ഗൈസ്, ഇന്ന് നമ്മളുടെ ഉമ്മാർത്തുള്ള ചുമരുമ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയാണ്. ക്രിസ്മസ് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. സോ അമ്മയും അച്ഛനും പോയിട്ട് കുറച്ച് ഗാർലാൻഡ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഡാർക്ക് ഗ്രീനും അതേപോലെ തന്നെ ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടി മിക്സഡ് ആയിട്ടുള്ളതാണ്. പിന്നെ തൂക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ പലതര കളറുള്ള ലൈറ്റും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊക്കെ വെച്ചിട്ട് നമ്മളുടെ ചുമരുമ ഉണ്ടാക്കാം. സോ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഗ്രീനിൽ വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഇതാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ഒട്ടിച്ചു ഫസ്റ്റത്തെ. പിന്നെ ആ ഒരു ഷേപ്പിൽ കൊടുന്നാൽ മതി. നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അമ്മ അവിടെ ദൂരത്ത് നിന്നിട്ട് എനിക്ക് ഇവിടെ ഒട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. സോ ഞാൻ ഫസ്റ്റത്തെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് വേറെ രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിരുന്നത്. ഇപ്രാവശ്യം ചുമരുമ്മലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ചും കൂടി മെനക്കെട്ടിട്ടാണ് കേട്ടോ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുത്തത്. ഒരു ബാസ്ക്കറ്റൊക്കെ കമഴ്ത്തി വെച്ച് അതിൽ നമ്മൾ 3 സ്റ്റിക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഇത്തവണ നമ്മൾ അത്രയും റിസ്ക് എടുക്കേണ്ടെന്ന് കരുതി. അപ്പോൾ വാളിൽ തന്നെ നമുക്കൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് അതിൽ പോയിൻ്റ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു സിക്സാക്ക് ഷേപ്പിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് അടിയിലോട്ട് കൊടുത്താൽ മതി. ആർക്കൊക്കെയാണ് ക്രിസ്മസ് ഇഷ്ടം? എൻ്റെ ഫേവറേറ്റ് മന്താണ് ഈ ഡിസംബർ വന്നാൽ ക്രിസ്മസ് ആണല്ലോ ഗൈസ്. എൻ്റെ ഫേവറേറ്റ് സീസൺ അല്ലെങ്കിൽ സെലിബ്രേഷനാണ് ക്രിസ്മസ്, പിന്നെ ന്യൂ ഇയർ ഒക്കെ. നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ ഗൈസ്, നിങ്ങളുടെ ഫേവറേറ്റ് സെലിബ്രേഷൻ അല്ലെങ്കിൽ സീസൺ ഏതാണ്? ഞാൻ അത് ഉണ്ടാക്കുന്ന ഇടയിൽ ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. എൻ്റെ കാലിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് തൊട്ടുനോക്കി വായിടാൻ നോക്കി. അപ്പോൾ നമ്മുടെ കുഞ്ഞനതിൻ്റെ ഇടയിൽ അവിടേക്ക് വന്നിട്ടൊന്ന് പരതിയിട്ട് പോയിട്ടാ. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഷേപ്പായി വരുന്നുണ്ട്. നമ്മളുടെ അടിഭാഗത്തോട്ട് എത്തും തോറും അതിൻ്റെ ആ ഒരു ഷേപ്പ് കുറച്ച് വലുതായി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിന് മുമ്പ് 2 ഡാൻസൊക്കെ എടുത്തു ഗൈസ്. എന്നിട്ടായിരുന്നു ഞാൻ ഈ പരിപാടിക്ക് കടന്നത് ഗൈസ്. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ട്രീ ഏതാണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അമ്മു. ഞാൻ ജസ്റ്റ് ആ സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിക്കാൻ അവളെ ഹെൽപ്പ് ചെയ്തു. സോ ഗൈസ്, ഇപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടാണ് ഞങ്ങൾ സെൻറ്ററിൽ മാത്രം ഒരു ഡാർക്ക് ഗ്രീന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹൈലൈറ്റ് ആയി നിന്നോളും. പിന്നെ നമ്മൾ അതിനൊരു തണ്ടായിട്ട് അതിൻ്റെ ബാക്കി വന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അടിയിൽ കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഗാർലാൻഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഏതാണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റായിട്ടുണ്ടെന്ന് പറയാം. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് അത് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറച്ച് സ്റ്റാറും അതുപോലെ തന്നെ ബെൽസ് അങ്ങനത്തെ ചില ഡെക്കറേറ്റീവ് ഐറ്റംസ് നമുക്ക് തൂക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അമ്മക്കുട്ടി നോക്കിയിട്ട് തൂക്കുന്നുണ്ട്. നമുക്കിത് സ്റ്റിക്കർ ഒട്ടിക്കലായിരുന്നു കുറച്ച് മെനക്കെട്ട പരിപാടി. പക്ഷെ അതും കൂടി ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ആയി എന്ന് പറയാം കേട്ടോ. സോ ഗൈസ്, ഞാനിവിടെ ഓരോന്നൊക്കെ തൂക്കുന്നുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ തൂക്കി ഗൈസ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ. ഭയങ്കര സിമ്പിളാണ്. ഒന്ന് ഒട്ടിക്കാൻ മാത്രമേ നല്ല പണിയുള്ളൂ. പിന്നെ എല്ലാം ഓക്കെയാണ് ഗൈസ്, സെറ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഗൈസ്, നമുക്ക് ലൈറ്റും കൂടി ഫിക്സ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് അടിപൊളിയായിട്ട് കിട്ടും ഗൈസ്. അത് അമ്മ വന്നിട്ട് എനിക്ക് ഫിക്സ് ചെയ്ത് തരും. നമ്മളിപ്പോൾ ഈ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലേസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക്
ഡെക്കറേഷൻ ഐറ്റംസ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റാവും. അപ്പോൾ നമുക്ക് ആ ലൈറ്റും കൂടി ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ലൈറ്റ് കെടുത്തി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ട്രീയുടെ എന്താ പറയുക ഫുള്ളായിട്ടുള്ള പണി കഴിയും കേട്ടോ. ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇത് ട്രൈ ചെയ്തൊക്കെ ഭയങ്കര സിമ്പിളായുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ് ഗൈസ്. എല്ലാവർക്കും മേരി ക്രിസ്മസ്.